അല്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇതിൻ്റെ രൂക്ഷത മനസ്സിലാകുന്നത് ഇന്നലെയാണ്. ഇപ്പം പറഞ്ഞില്ലേ, 7 പേര്. ഇപ്പം നേരത്തെ വിഴിഞ്ഞത്തുനിന്ന് കാണാതായ ശ്രീ ജോണിയുടെ മകൻ പറഞ്ഞു, ഇതിനകത്തൊരു ഗോൾഡൻ ഹവേഴ്സിന് ആദ്യത്തെ ഒരു ദിവസം 2-ാം ദിവസമൊക്കെ വളരെ നിർണായകമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുമ്പും ദുരന്തം ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ടായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ നമ്മളിവിടെ എവിടെയാണ് നമുക്ക് നേവിയുടെ ഒരു അസിസ്റ്റൻസ് നമുക്ക് ഉറപ്പുവരുത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? എത്രയോ ഘട്ടങ്ങളിൽ നേവിയുടെ സേവനം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇതിനകത്ത് മത്സ്യത്തൊഴിലാളികളോടുള്ള ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഇതിനകത്തൊക്കെ അത്രയേ ഉള്ളൂ. ഇവിടെ നേരത്തെ ചില കണക്കുകൾ ശ്രീ A.J. വിജയനോട് ഉദ്ധരിച്ചില്ലേ? അതിനെന്തെങ്കിലും പറയാനുണ്ടോ ഇവിടെ ശ്രീമാൻ സേനാപതിക്ക്? മത്സ്യത്തൊഴിലാളികളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അവസാനത്തെ ബഡ്ജറ്റിൽ പോലും വകകൊള്ളിച്ചിരുന്ന തുകയാണ് എല്ലാം പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. മിഷൻ സമുദ്രയെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു. കടൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതിന് 400-ൽ പരം കോടി രൂപ വകകൊള്ളിച്ചിരിക്കുന്നു. അതിനകത്ത് ഒരിടത്തും ഫിഷർമെൻ്റെ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച്, അവൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ച്, അവൻ്റെ തൊഴിലിനെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല, ഒരു ചില്ലിക്കാശിൻ്റെ നിർദ്ദേശമില്ല. അതല്ലേ വാസ്തവം? ഈ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മുടെ കയ്യിലില്ലേ? അപ്പോൾ അതാണ് ഈ തൊഴിലാളി, അതായത് 2 ഗവൺമെൻറ്, ഞാനിപ്പം CPM പ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആ തുക പോലും അപര്യാപ്തമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ശ്രീ KN ബാലഗോപാലിൻ്റെ അവസാനത്തെ ബഡ്ജറ്റിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട തുക പോലും അപര്യാപ്തമെന്ന് പറയുന്ന അഭിപ്രായക്കാരനാണ്. അപ്പോഴാണ് ആ തുക തന്നെ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ചും ഫിഷറി സെക്ടറിൽ മാറ്റിവെച്ച തുകയാണ് പൂർണ്ണമായിട്ട് വേണ്ടെന്ന് വെക്കുന്നത്. എന്താണ് പ്രകടമാകുന്നത്? അതുമായി ബന്ധപ്പെട്ട് വേണം മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കെ മുരളീധരൻ്റെ പ്രതികരണവും നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ. ഇപ്പോൾ 7 ദിവസങ്ങൾ 8-ാം ദിവസമാണ് ഗവൺമെൻറ്റിന് പോലും ഇതിൻ്റെ രൂക്ഷത ബോധ്യപ്പെടുന്നത്. എന്ത് ഗതികേടാണ്! അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്. ഇവിടെ ഒരു ഗവൺമെൻറ് സംവിധാനമുണ്ടോ? ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. ദുരന്തം ഉണ്ടാവും, അത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിയുടെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ അത് നമ്മൾ ഓരോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇഫക്റ്റീവായി അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇപ്പം മുതലപ്പള്ളി പ്രശ്നമായി തന്നെ നിർമ്മാണത്തിൽ തുടങ്ങിയതാണ്. വിവിധ ഗവൺമെൻറ് ഏജൻസികൾ, സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികൾ ഉൾപ്പെടെ IIT ചെന്നൈയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണത്തിലെ പെശക് പരിഹരിക്കാതെ ആ പ്രശ്നം തീരത്തില്ല. 1083 മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ കാലങ്ങളിലൂടെ മരണപ്പെട്ടു. നിർമ്മിച്ച കാലത്തെ സർക്കാർ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തോ? ഇല്ല, ഞാൻ പറയുന്നത് ഗവൺമെൻറ് നിലയിൽ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നോ അല്ലയോ എന്നുള്ള വിഷയം. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു എഞ്ചിനീയറിംഗ് മീനെ വിശ്വാസം ഏൽപ്പിക്കുന്നു. അതിൻ്റെ നിർമ്മാണത്തിൽ പെശകുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇത്തരം കാര്യങ്ങൾക്കകത്തെല്ലാം നിയമപരമായിട്ടുള്ള ലയബിലിറ്റി വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് എനിക്കുള്ളത്.